Hey guys, welcome back to my channel. Variety video. Variety സാധനം ഹൈനോടെക് ഓർക്കുമ്പോൾ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇതാ വന്നിട്ടുണ്ട് ഒരു അടിപൊളി സാധനം വന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം നമുക്ക്. ഇത് പൊളിച്ചിട്ട് നോക്കാം നമുക്ക്. ഹൈനോടെക്കോ ജർമ്മനിൻ്റെ AMOLED ഡിസ്പ്ലേ ഉള്ള IPS AMOLED കേട്ടോ. HD IPS AMOLED. AMOLED എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലാരിറ്റിയുള്ളൊരു ഡിസ്പ്ലേ ആണ്. ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് കേട്ടോ. ഡിസ്പ്ലേ ക്ലാരിറ്റി RW37 വാച്ച് ബഡ്സ് അപ്പോൾ വാച്ചും ബഡ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടും കാണുന്നുണ്ട്, കോംബോ ആയിട്ട് വരുന്നതാണെന്നുണ്ട്. നമുക്ക് നോക്കാം. നോൺ മെഡിക്കൽ എഴുതിയിട്ടുണ്ട്. 2 സ്ട്രാപ്പ് വരുന്നുണ്ട്, ഒരു ലെതറും ഒരു സിലിക്കോണും സ്ട്രാപ്പ് വരുന്നുണ്ട്. നമുക്ക് പൊളിച്ചോക്കെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉള്ളതെന്ന് പൊളിക്കട്ടെ. സംഭവം വെറൈറ്റി എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം നമുക്ക് എന്ത് വെറൈറ്റിയാണ്. ഹൈനോടെക്കോ എപ്പോൾ ഇറക്കുമ്പോൾ ഒരു വെറൈറ്റി സാധനമാണ് ഇറക്കുന്നത്. വാച്ച് ബഡ്സ് എന്താ വാച്ച് ഇടിക്കട്ട് വാച്ച് ഉണ്ട്. സിലിക്കോൺ സ്ട്രാപ്പിലുള്ള ഒരു അടിപൊളി വാച്ച് ഉണ്ട് കേട്ടോ. സ്മാർട്ട് വാച്ച് കാണുന്നുണ്ടോ? അതെടുക്കട്ടെ. വേറെ എന്തെല്ലാം ഉള്ളത് നോക്കട്ടെ. കാലി അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് പൊളിച്ച് നോക്കാം. ലെതർ സ്ട്രാപ്പ്, കുറച്ച് ക്വാളിറ്റിയുള്ള ലെതർ സ്ട്രാപ്പാണ് കേട്ടോ. ക്വാളിറ്റിയിലെ ലെതർ സ്ട്രാപ്പാണ്. പിന്നെ ബഡ്സ്, ഇതേളി ബഡ്സുള്ള. പിന്നെ അതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ. പിന്നെ അതേപോലെ തന്നെ ഒരു ചാർജർ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും കൂടി ഉണ്ട്. ഇത് യൂസർ മാനുവലാണ് കേട്ടോ. സ്കാൻ കോഡും പിന്നെ അതേപോലെ തന്നെ അതിലുള്ള സാധനങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ബഡ്സ് ഇല്ല കേട്ടോ. ഇത് ഹൈനോടെക്കോ നമ്മൾ ചതിച്ചാണ്. ഇതിൽ ബഡ്സ് ഇല്ല, വാച്ച് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വാച്ച് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, വാച്ച് ഓൺ ചെയ്തിട്ട് നോക്കാം എന്നല്ല എങ്ങനെ സംഭവങ്ങളെന്നല്ലോ. അത്യാവശ്യം ക്വാളിറ്റിയെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി, ഡിസ്പ്ലേ ക്ലാരിറ്റി എല്ലാം ഉണ്ട്. അത്യാവശ്യം അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ് കേട്ടോ. ഡിസ്പ്ലേ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ്. കിടുക്കാച്ചി ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മെനു അത് തന്നെ കേട്ടോ. ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അഡാറ് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മെനു സ്റ്റൈലെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. ഒരു 5-6 ടൈപ്പ് മെനു സ്റ്റൈലുണ്ട്. മെനു കളറും ഉണ്ട് കേട്ടോ. കുറേ ടൈപ്പ് കളർ കൊടുത്തിട്ടുണ്ട്. അതോ കാണുന്നുണ്ടോ? പിന്നെ അതേപോലെ തന്നെ ആപ്പ് ഏതാ നോക്കാം നമുക്ക്. ആപ്പ് സ്കാൻ ആക്കിയാലേ അറിയാൻ പറ്റും കേട്ടോ ഏതാ ആപ്പ് എന്ന്. അത് ഞാൻ സ്കാൻ ചെയ്തിട്ട് നോക്കട്ടെ ഏതാ ആപ്പ് എന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ അത് വെയിറ്റും അത്ര തന്നെ കേട്ടോ. അധികം വെയിറ്റൊന്നുമില്ല, ഒരു നോർമൽ വെയിറ്റേ ഉള്ളൂ. കൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ ലുക്കുണ്ടോ നോക്കാം നമുക്ക്. ലെതർ സ്ട്രാപ്പ് ഇട്ടിട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് സിലിക്കോണിൻ്റെ സ്ട്രാപ്പിൽ കെട്ടി വെക്കാം കേട്ടോ. അങ്ങനെയുണ്ട്, ലുക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, സംഭവം സെറ്റാണ്. ഇത് ഓപ്പൺ ആക്കിയാൽ ഇവിടെ ബഡ്സ് ഉണ്ട് കേട്ടോ. ചതിച്ചിട്ടില്ല, ഹൈനോടെക്കോ ചതിച്ചിട്ടില്ല. ഇവിടെ ബഡ്സ് ഉണ്ട്, എയർ ബഡ്സ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ക്ലോസ് ആക്കിയാൽ ക്ലോസ് ആയി. ഓക്കെ, വാച്ചായിട്ട് തന്നെ യൂസ് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബഡ്സ് നമ്മൾ യൂസ് ആക്കുന്ന ടൈമിന് മാത്രം എടുത്താൽ മതി കേട്ടോ. പുറത്ത് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഹൈനോടെക്കോൻ്റെ തന്നെ നല്ല ബഡ്സാണ്, നല്ല ക്വാളിറ്റിയിലെ ബഡ്സാണ്. സ്പീക്കർ, മൈക്ക് കാര്യങ്ങളെല്ലാം വാച്ചിലും കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ബ്ലൂടൂത്ത് ഇല്ല. ഇത് ചാർജ് ആവുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ വാച്ചിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. പവർ ബാങ്ക് ടൈപ്പ് ആണ് വാച്ച് മാത്രം ചാർജിന് വെച്ചാൽ ബഡ്സും ചാർജ് ആവും കേട്ടോ. ഓക്കെ, നല്ല 2 ബഡ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ചെറിയ സൈസാണ്, അധികം വലുപ്പമൊന്നുമില്ല കേട്ടോ. അതാ കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാച്ച് ടു കണക്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ലുക്കുണ്ട്, അത്യാവശ്യം ലുക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൻസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ സെൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോൾ റിസീവ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ സംസാരിക്കാനും പറ്റും. അല്ല വലിയ ബഡ്സൊന്നുമല്ല, ചെറിയ ബഡ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോളിങ് ക്ലാരിറ്റിയും അതെല്ലാം ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാനായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്താ പറഞ്ഞാൽ ബഡ്സും ഇല്ല തന്നെ വാച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. വാച്ചിൽ നിന്ന് സംസാരിക്കാൻ അടങ്ങിയാറാവണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 120 ദിറംസ് ഷോപ്പിൽ വന്നാൽ 120 ദിറംസിന് കൊടുക്കാമല്ലോ. ബെസ്റ്റ് ഓഫർ അല്ലേ? 120 ദിറംസിന് ഷോപ്പിലും പിന്നെ അതേപോലെ തന്നെ 140 ദിറംസിന് ഡെലിവറി കേട്ടോ. ഡെലിവറി വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഷോപ്പിൻ്റെ പേരും ലൊക്കേഷനും ഞാനത് ആയാലും മെൻഷൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആവശ്യക്കാർ എന്താക്കുക, പെട്ടെന്ന് മെസ്സേജ് ആക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പറഞ്ഞിട്ടില്ലേ, ആപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ആപ്പിൻ്റെ പേര് പവർ ബാൻഡ് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് സ്കാൻ ആക്കിയാലും കിട്ടുന്നതാണ് കേട്ടോ ആപ്പ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കണക്ട് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആൻഡ്രോയിഡിൽ പവർ ബാൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഓക്കെ, എങ്ങനെയാണെന്ന് സെറ്റപ്പ് ആക്കുന്നതെന്ന് ചോദിക്കേണ്ട. ഇത് ആൻഡ്രോയിഡ് ഫോണാണ്, ആൻഡ്രോയിഡ്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഐഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻസ്റ്റാൾ ആകുമ്പോഴേക്ക് ഐഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഓപ്പൺ, ഹലോ, ലൊക്കേഷന് എല്ലാം ഹലോ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഡിവൈസ് RW37 കാണുന്നുണ്ടോ? നമ്മൾ കണക്ട് കൊടുത്തു. ജസ്റ്റ് വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. പേര് ബ്ലൂടൂത്ത് പേരായി കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണക്റ്റഡ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഡയൽ സെറ്റിംഗ് കൊടുത്താൽ നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കിയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഫൈൻഡ് മോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വാൾപേപ്പേഴ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതല്ലാണ്ട് നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കണമെങ്കിൽ ഇതിൽ പോയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എഡിറ്റ് ആക്കാൻ പറ്റും കേട്ടോ. നമ്മളെ ഫോട്ടോ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം മിസ്ബാൻ്റെ ഫോട്ടോ തന്നെ വാൾപേപ്പർ ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഓക്കെ, മിസ്ബാൻ്റെ ഫോട്ടോ വാൾപേപ്പർ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. മിസ്ബ എന്തോ ഇങ്ങോട്ട് എവിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാൾപേപ്പറായിട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. എന്താ സെൻഡ് ടു ബാൻഡ്, അത് പ്രശ്നമില്ല, നല്ലതുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇതാ ഇത്രയേ ഉള്ളൂ. ഈസിയാണ് കണക്ട് ചെയ്യാൻ കേട്ടോ. വലിയ റിസ്ക്കുള്ള പണിയൊന്നുമില്ല. ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും. കോളിംഗ് നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷനും വരും കേട്ടോ. വാട്സപ്പിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ നിന്ന് റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല, മെസ്സേജ് വായിക്കാനെല്ലാം പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഈ ഫോണിൻ്റെ ഒരു തീരുമാനമാക്കാം. നമുക്കിത് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷന് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ബാക്കി സെറ്റിങ്സ് എല്ലാം ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഒന്നുമില്ല, അഗ്രി കൊടുക്കുക, യെസ് കൊടുക്കുക. ഓക്കെ, ഹലോ ഹലോ യെസ്, റിക്വസ്റ്റ് പെർമിഷന്, അതത്രേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കൺഫർമേഷൻ പോവുക, റിക്വസ്റ്റ് കൊടുക്കുക, അത് തന്നെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പണിയൊന്നുമില്ല. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. ഹലോ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ഇവിടെ പവർ ബാൻഡ് എന്നുണ്ടാവും. പവർ ബാൻഡ് ഈ സാധനം ഓൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരിക, നമുക്ക് യെസ് കൊടുക്കുക, ഹലോ കൊടുക്കുക. അപ്പോൾ ഇവിടെ സെർച്ച് ആയിട്ട് വരും കേട്ടോ. പവർ ബാൻഡ് ഇപ്പോൾ അതിൽ കണക്ട് ആയതിനെ കൊണ്ട് വരുന്നില്ല. ഇതിൽ 74% ആയിട്ടുണ്ട്, 76% ആയിട്ടുണ്ട്. അതായിട്ടാകുമ്പോൾ ഇത് ഡിസ്കണക്ട് ആക്കിയിട്ട് ഇത് കണക്ട് ചെയ്യുക കേട്ടോ. ആൻഡ്രോയിഡ് കണക്ട് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാൻ, സംസാരിക്കാനെല്ലാം പറ്റും കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കോളിങ്ങിനെല്ലാം ആൻഡ്രോയിഡിൽ കേട്ടോ. ഐഫോണിൽ ചെറിയ ബ്രേക്ക് ഉണ്ടാവും. എന്തായാലും ഐഫോണിൽ ഏത് എയർപോഡ് മേടിച്ചാലും നമുക്കതൊരു എയർപോഡ് ഒറിജിനൽ മേടിച്ച ഒരു ഫീല് കിട്ടില്ല. അതേപോലെ തന്നെ ആയിരിക്കും. അതിൽ വാൾപേപ്പർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താക്കാം, നമുക്ക് ഈ വാച്ചിനെ ഡിസ്കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഡിവൈസ് പോവുക. ഡിവൈസ് പോയിട്ട് അൺബൈൻഡ് കൊടുക്കുക. ഐഫോണിൽ നിന്ന് അൺബൈൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരും കേട്ടോ സെർച്ചായിട്ട്. ഇത് S2 Ultra എന്ന് പറയുന്ന ഒരു വാച്ച് ഉണ്ട്, വന്നിട്ട് കണക്ട് ആക്കിക്കൊണ്ട്. അപ്പോൾ അതൊന്ന് ഡിസ്കണക്ട് ആവട്ടെ, എന്നിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം കേട്ടോ. ഇതിൽ നിന്ന് ബ്ലൂടൂത്ത് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയതിനെ കൊണ്ടാണ് ഇത് വരാത്തത് കേട്ടോ. RW37 സ്കാൻ ആക്കുമ്പോൾ RW37 വന്നു. നമ്മൾ കണക്റ്റിംഗ് കൊടുത്തു. കാണുന്നുണ്ട്. ആൻഡ്രോയിഡിൽ ഈസി ആയിട്ട് കണക്ട് ആകുന്നുണ്ട് കേട്ടോ. ആൻഡ്രോയിഡിലും ഐഫോണിലും രണ്ടിലും കണക്ട് ആകുന്നുണ്ട്. ഓക്കെ, മിസ്ബാൻ്റെ ഫോട്ടോ, സമയം എല്ലാം സെറ്റാണ്. കണക്റ്റിംഗ് ഫൈൽഡ് വഴി ഒരിക്കൽ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കേണ്ടി വരും കേട്ടോ. ഐഫോണിൽ കണക്ട് ആക്കിയല്ലേ, എന്നെ കൊണ്ടായിരിക്കും. പ്രശ്നമില്ല, നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. കണക്ട് ആയിട്ടുണ്ടതിന് പിന്നെയും പോയി കേട്ടോ. പ്രശ്നമില്ല. RW37 വാച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി കണക്ട് ആയി കേട്ടോ. ഓക്കെ, ഇനി ഇത് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൈസാണ്. അപ്പോൾ പെട്ടെന്ന് വരിക, എന്നിട്ട് ഫുള്ള് സപ്പോർട്ടാക്കുക, ഫുള്ള് ഓർഡർ ആക്കിയിട്ട് ഫുള്ള് ആടാറായിട്ട് സപ്പോർട്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യുക, പിന്നെ അതെങ്ങനെ ഐഫോണിൽ എങ്ങനെ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുക എന്നെല്ലാം പറഞ്ഞാൽ തന്നെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഇപ്പോൾ ബൈ.